വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് സൈക്കാട്രി സേവനത്തിനായി മെഡിക്കൽ സംഘം പുറപ്പെട്ടു. ദുരിതത്തിൽ മാനസികമായി തളർന്നവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടിയാണ് ഡോക്ടർമാർ വയനാട്ടിലേക്ക് പോകുന്നത്. ദുരിതത്തിൽപ്പെട്ടവർക്ക് സ്ട്രെസ് ഡിസോർഡേഴ്സ്, ADHD, മസ്തിഷ്കക്ഷതം, ഭയം, ബന്ധുത്വ പ്രശ്നങ്ങൾ, PTSD തുടങ്ങിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാനസികവും വൈകാരികവും പെരുമാറ്റ സംബന്ധവുമായ തകരാറുകളും തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ഡോക്ടർമാരുടെ സേവനം സഹായകരമാകുന്നതാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആരോഗ്യ വകുപ്പിൽ നിന്നുള്ളതുമായ സൈക്യാട്രിസ്റ്റുകളാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള എല്ലാവർക്കും ഉള്ള മാനസികമായ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം, ഒരു വലിയൊരു ട്രോമയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് അവരെ കരകയറ്റണമെങ്കിൽ വലിയ രീതിയിലുള്ള മാനസിക സപ്പോർട്ട്, അവർക്ക് പിന്തുണ ആവശ്യമാണ്. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനം കേരളം മുഴുവൻ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ടീമുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെ ഉണ്ട്, മറ്റേ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള സർവീസസ് ഉണ്ട്. ഇതെല്ലാവരും കൂടി കൈകോർത്തുകൊണ്ട് ഇതിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായങ്ങൾ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഉള്ളത്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാത്ത രീതിക്കുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. അപകടത്തിൽ മാനസികമായി തകർന്ന പലരും ഇപ്പോഴും കോമ സ്റ്റേജിലാണെന്നും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N. അശോകൻ പറഞ്ഞു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ CB സനൽകുമാർ, സൈക്യാട്രി വിഭാഗം മേധാവി ഡോക്ടർ PG സജി, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B. ഷാഹിന, ഡോക്ടർമാരായ ബിനോയ്, സെബിൻ കുമാർ, മുഹമ്മദ് ഇസ്ലുദ്ദീൻ, കവിത, ഷീജിൻ, വിഷ്ണു, നിതിൻ മുരളി എന്നിവർ നേതൃത്വം നൽകി. രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാർ അവരുടെ മാനസിക ആരോഗ്യത്തിനുള്ള പിന്തുണ അവിടെയുള്ള ആളുകൾക്ക്, അപ്പോൾ പലപ്പോഴും ദുരന്തമുഖത്ത് ആദ്യം ഇതിൽ എല്ലാവരും തിരക്കിലായിരിക്കും. പക്ഷേ അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും അവിടെയുള്ളവരെ നേരിടേണ്ടി വരിക. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ അതിനെ നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു കൃത്യമായ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ ഒരു പ്രവർത്തനം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുള്ള സൈക്യാട്രി അതുപോലുള്ള അത്തരം പ്രവർത്തകരെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഡോക്ടർമാരും എല്ലാവരും കൂടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഒരു പ്രവർത്തനം അത് ഇപ്പോൾ പോകുന്നവർക്ക് മാത്രമല്ല, നമ്മളെ വരും തലമുറയ്ക്ക് കൂടി മാതൃകയാവുന്ന രീതിയിലേക്ക് വരണമെന്നുള്ളതാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.